നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അവന്റെ പെർഫോമൻസ് നോക്കിയിട്ട് കമ്പനിയിലെ ചില പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ കൂടി അവനെ ഏൽപ്പിക്കാനാണ് എന്റെ തീരുമാനം. നീ എന്തു പറയുന്നു? എനിക്കൊരു എതിർപ്പുമില്ല. എല്ലാം നഷ്ടപ്പെട്ടവനാണ് ഞാൻ. ഇനി എന്ത് പേടിക്കാൻ? അല്ലെങ്കിൽ തന്നെ ഇനി എന്താണ് എനിക്ക് നഷ്ടപ്പെടാനുള്ളത്? സ്വന്തം ജീവിതവും ഭാര്യയും കുഞ്ഞും എല്ലാം കൈവിട്ടുപോയി. മേഡം, ഞാൻ ഏകദേശം ഒരു ഭ്രാന്തന്റെ അവസ്ഥയിലാണ്. എന്റെ മനസ്സ് കൈവിട്ട അവസ്ഥയിലാണ്. അതിനിപ്പോ ഞാൻ എന്ത് വേണമെന്നാ താൻ പറയുന്നേ? മേഡം കാരണമാണ് എന്റെ കുഞ്ഞ് നഷ്ടപ്പെട്ടത്. നിങ്ങൾ തന്നെ എന്റെ കുഞ്ഞിനെ എനിക്ക് തിരിച്ചു തരണം. ജീവിതത്തിൽ ഇനി ആകെ പ്രതീക്ഷയുള്ളത് എന്റെ കുഞ്ഞ് മാത്രമാണ്. എന്റെ കുഞ്ഞില്ലാതെ എനിക്ക് ജീവിക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് എന്റെ കുഞ്ഞിനെ എനിക്ക് തിരിച്ചു വേണം. നിങ്ങൾ തന്നെ എനിക്ക് എടുത്തു തരണം. ഞാൻ എടുത്തു തരാനോ? അതൊന്നും നടക്കില്ല. നടക്കും. 2 ദിവസം ആ സമയം ഞാൻ നിങ്ങൾക്ക് തരും. അതിനകം എന്റെ കുഞ്ഞിനെ നിങ്ങൾ എനിക്കെടുത്ത് തന്നിരിക്കണം. ഇല്ലെങ്കിൽ എല്ലാ സത്യങ്ങളും ഞാൻ ഇവിടെ എല്ലാരോടും വിളിച്ചു പറയും. തന്നെ ഭീഷണിപ്പെടുത്താണോ? ഇത് ഭീഷണിയൊന്നുമല്ല. ഞാനത് ചെയ്യും. എല്ലാ സത്യങ്ങളും എല്ലാരോടും വിളിച്ചു പറഞ്ഞിട്ട് ഞാൻ എന്റെ കുഞ്ഞിനെയും കൊണ്ടുപോകും. അതിനേക്കാൾ നല്ലത് ആരും അറിയാതെ നിങ്ങൾ ആ കുഞ്ഞിനെ എനിക്കെടുത്ത് തരുന്നതാണ്. നിങ്ങൾ എത്ര ക്രൂരയായ ഒരു സ്ത്രീയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. നിങ്ങളുടെ വാക്ക് കേട്ട് ഞാൻ ചെയ്ത തെറ്റിന് എനിക്ക് പരിഹാരം കണ്ടേ പറ്റൂ. ഇനിയുള്ള കാലമെങ്കിലും എനിക്ക് എന്റെ കുഞ്ഞിന് വേണ്ടി ജീവിക്കണം. അതിനെനിക്ക് എന്റെ കുഞ്ഞിനെ കിട്ടിയേ തീരൂ. 2 ദിവസം. അത് നിങ്ങൾ മറക്കണ്ട. സച്ചി, അച്ഛാ, ധനുഷ് എവിടെ? ഞാൻ കണ്ടില്ല. ഓഫീസിൽ നിന്ന് നേരത്തെ ഇറങ്ങിയെന്ന് തോന്നുന്നു. ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് ഇറങ്ങിയത്. ഓഫീസിൽ ധനുഷ് എങ്ങനെയുണ്ട്? ധനുഷ് ആദ്യമായിട്ടല്ലല്ലോ ആ ഓഫീസിൽ ജോലി ചെയ്യുന്നേ. മുമ്പും അവൻ നമ്മുടെ ഓഫീസിൽ ജോലി ചെയ്തിരുന്നല്ലോ. ആ ജോലി അല്ലല്ലോ അവൻ ഇപ്പൊ ചെയ്യുന്നത്. പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് എന്ന നിലയിൽ അവന്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്നാണ് ഞാൻ നിന്നോട് ചോദിച്ചത്. എനിക്ക് കുഴപ്പം തോന്നിയിട്ടില്ല. 2 ദിവസം കൊണ്ട് തന്നെ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന്റെ മുഴുവൻ കാര്യങ്ങളും ധനുഷ് മനസ്സിലാക്കിയിട്ടുണ്ട്. 2-3 മാസത്തെ ഫയലുകളൊക്കെ വേണമെന്ന് രേണുകയോട് ചോദിക്കുന്നത് കേട്ടു. രേണുക അത് എത്തിച്ചു കൊടുക്കുകയും ചെയ്തു. ഓഫീസിൽ നടന്ന കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അത്. ധനുഷിനെ നിങ്ങൾ വേർതിരിച്ച് കാണരുത്. നിങ്ങളെപ്പോലെ തന്നെ കാണണം. ഞാൻ ആരോടും ഒരു വിരോധവും മനസ്സിൽ വെച്ചിട്ടില്ല ചാ. പക്ഷേ നന്ദേട്ടനും സന്ദീപൊന്നും അങ്ങനല്ല. അവരെ നിനക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കൂടെ? അച്ഛൻ പറഞ്ഞിട്ട് അവർ കേൾക്കുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞ കേൾക്കൂ? ഓഫീസിൽ അവന്റെ പെരുമാറ്റവും ജോലിയോടുള്ള അവന്റെ ആത്മാർത്ഥത കൊണ്ടും വിശ്വസിക്കാൻ കൊള്ളാവുന്നവനാണ് അവനെന്ന് തെളിയിക്കേണ്ടത് അവൻ തന്നെയാ. അങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോ ധനുഷിനോടുള്ള നന്ദേട്ടന്റെയും സന്ദീപിന്റെയും ആറ്റിറ്റ്യൂഡില് മാറ്റം സംഭവിച്ചേക്കാം. അതുവരെ ഇങ്ങനെ തന്നെ പോട്ടെ. അല്ലാതെ ധനുഷിന് വേണ്ടി ഇപ്പൊ ഞാനെന്തെങ്കിലും പറയാൻ ചെന്നാല് അവർ രണ്ടുപേരും കൂടി എന്നെ കടിച്ചു കീറും. താലികെട്ട് ചടങ്ങിന് ഞാൻ പങ്കെടുത്തത് തന്നെ അവർക്ക് രണ്ടാൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അവനെ വിശ്വസിച്ചൊരു ജോലി ഏൽപ്പിക്കാൻ സാധിക്കുമല്ലോ അല്ലേ? ഏറ്റെടുത്ത ജോലി അവൻ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. 2 ദിവസം കൊണ്ട് തന്നെ ഓഫീസില് കുറച്ചും കൂടെ അടുക്കും ചിട്ടയും വന്നിട്ടുണ്ട്. പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നല്ലോ എന്നും അച്ഛന് പരാതിയുള്ള സ്ഥലം. ധനുഷിന്റെ ഇടപെടൽ കൊണ്ട് അത് നന്നാവുന്ന ലക്ഷണമുണ്ട്. അപ്പോ അവനെ വിശ്വസിക്കാം അല്ലേ? 1 മാസം ഇങ്ങനെ പോട്ടെ. അവന്റെ പെർഫോമൻസ് നോക്കിയിട്ട് കമ്പനിയിലെ ചില പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ കൂടി അവനെ ഏൽപ്പിക്കാനാണ് എന്റെ തീരുമാനം. നീ എന്തു പറയുന്നു? എനിക്കൊരു എതിർപ്പുമില്ല. പക്ഷേ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ്
അത് നന്ദേട്ടനോടും സന്ദീപനോടും ഒന്ന് ആലോചിക്കുന്നത് നല്ലത്. ധനുഷിന്റെ കാര്യം ഞാൻ സംസാരിക്കുന്ന കേൾക്കാൻ പോലും അവര് തയ്യാറല്ല. പിന്നെന്തിനാ ഞാൻ അവരോട് ആലോചിക്കുന്നത്? കല്യാണത്തിന്റെ കാര്യം പോലെ അല്ല അച്ഛാ ഓഫീസിലെ കാര്യങ്ങള്. അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് ഓഫീസിലെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് നന്ദേട്ടനാണ്. നന്ദേട്ടൻ പറയുന്നതാ ഓഫീസിലെ അവസാന വാക്ക്. അതുകൊണ്ട് നന്ദേട്ടനോട് ചോദിക്കാതെ എന്തെങ്കിലും തീരുമാനിച്ചാ ചിലപ്പോ അത് നന്ദേട്ടൻ ഇഷ്ടമായിന്ന് വരില്ല. ധനുഷിന്റെ പെർഫോമൻസ് കണ്ടിട്ട് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ അവനെ ഏൽപ്പിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ അത് ഇപ്പോ വേണ്ട. മാത്രമല്ല അവനെ ആ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുന്നത് അച്ഛനാവുകയും ചെയ്യരുത്. പിന്നെ നീ എന്താ ഉദ്ദേശിക്കുന്നത്? ഏട്ടനെ കൊണ്ട് തന്നെ വേണം ആ ചുമതലകൾ അവനെ ഏൽപ്പിക്കാൻ. ധനുഷ് അവന്റെ ശത്രുവല്ലേ, പിന്നെങ്ങനെ അവനിതിന് സമ്മതിക്കും? എന്റെ ഊഹം ശരിയാണെങ്കിൽ ഓഫീസിൽ അവന്റെ പെർഫോമൻസിൽ നന്ദേട്ടൻ സാറ്റിസ്ഫൈഡ് ആവും. കാരണം നന്ദേട്ടൻ പലതവണ വിചാരിച്ചിട്ട് പോലും ഈ ഡിപ്പാർട്ട്മെന്റിനെ നേരെയാക്കി എടുക്കാൻ പറ്റിയിട്ടില്ല. നമ്മുടെ തന്നെ കുറെ ബന്ധുക്കളാണല്ലോ ആ ഡിപ്പാർട്ട്മെന്റിനകത്തിരിക്കുന്നത്. അതില് ചില സ്വകാര്യ താല്പര്യക്കാരും ഉണ്ട്. 2 ദിവസം കൊണ്ടുള്ള ധനുഷിന്റെ ഇടപെടലിൽ തന്നെ അവിടെ ചില സംസാരമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ധനുഷിന് പാരവയ്ക്കാൻ അവര് പരമാവധി ശ്രമിക്കുകയും ചെയ്യും. അതൊക്കെ മറികടന്ന് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് അവൻ നേരെയാക്കിയാൽ നന്ദേട്ടൻ ധനുഷിനെ അംഗീകരിക്കും. ആ സമയത്ത് വേണം അച്ഛൻ നന്ദേട്ടനോട് ഇക്കാര്യം പറയാം. അങ്ങനെയാണെങ്കിൽ ചിലപ്പോ അച്ഛൻ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കും. നീ ഞാൻ വിചാരിച്ചതുപോലെയല്ല. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ അറിയാം. അർച്ചനയുടെ കൂടെ ജീവിച്ചതിന്റെ ഗുണം നിനക്ക് കിട്ടിയിട്ടുണ്ട്. നിന്റെ അമ്മയുടെ അതേ സ്വഭാവ അർച്ചനയ്ക്കും കിട്ടിയിരിക്കുന്നത്. കുടുംബത്തിന്റെ നന്മയ്ക്കും ഒത്തൊരുമയ്ക്കും വേണ്ടി അവള് തീരുമാനിക്കുന്നത് നമ്മളിലൂടെ അവള് നടപ്പാക്കും. ആ ബ്രില്യൻസ് അർച്ചനയ്ക്ക് നല്ലതുപോലെയുണ്ട്. എന്നാ നീ ചെല്ല്. അപ്പൊ ധനുഷ് പണി തുടങ്ങിക്കഴിഞ്ഞു. ഓഫീസിൽ അവന് നല്ല പേരുണ്ടാക്കിയെടുത്ത നന്ദേട്ടനും സന്ദീപും ഇപ്പൊ അവനോടുള്ള പിണക്കം മറക്കും. എല്ലാവരും കൂടെ ഒരുമിക്കുകയും ചെയ്യും. അത് പാടില്ല. അവൻ ഓഫീസിൽ തന്നെ ഒരു പണി കൊടുക്കണം. അവന്റെ വിശ്വാസം തകർക്കണം. അതിന് ഓഫീസിൽ തന്നെ അവനൊരു കെണി ഒരുക്കണം. അതിന് പറ്റിയ ഒരാളെ ഓഫീസിൽ തന്നെ കണ്ടെത്തണമല്ലോ. ആരാ ഇപ്പോൾ ഉള്ളത്? ആ, രേണുക. അവളും പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിൽ തന്നെയാണല്ലോ ഉള്ളത്. ധനുഷിനൊരു പണി കൊടുക്കാൻ രേണുകയേക്കാൾ നല്ലൊരു ഓപ്ഷൻ ഓഫീസിൽ വേറെ ഇല്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.